ഹായ് എവ്രി വൺ, വെൽക്കം ടു ടെക്കീസ് ഹോബീസ്. അപ്പോൾ ഇന്ന് ഞാൻ അൺറാപ്പ് ചെയ്യാൻ പോണത് സ്റ്റിയറിംഗ് കവറാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ സ്റ്റിയറിംഗ് കവറാണ്. അപ്പോൾ എൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് സ്കിന്ന് പ്യുവർ ലെതർ സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് സ്കിന്ന് പോകുന്നുണ്ട്. അത് പല കാരണങ്ങളാലാണ്. ചിലത് എൻ്റെ മിസ്റ്റേക്കും പിന്നെ ചിലത് ഏജ് കാരണം വന്നിട്ടുള്ള ഇഷ്യൂ കാരണമാണ്. അതിൻ്റെ ഞാൻ പിക്ചർ ഇടാം. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാഫ് വുഡനും ഹാഫ് ലെതർ ഫിനിഷ് പോലുള്ള ഒരു റാപ്പ് കണ്ടു. അത് റിയലി അത്രയും ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിവേ ലെറ്റ്സ് അൺബോക്സ് ആൻഡ് സീ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓക്കെ, കുറച്ച് ഡിസ്റ്റൻസിനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, കാരണം കുറച്ച് വലിയ ബോക്സാണ്. ലെറ്റ്സ് അൺബോക്സ് ആൻഡ് സീ വാട്ട് വി ഹാവ് ഇൻസൈഡ്. ഓക്കെ, ഭയങ്കര പാക്കിംഗ് ഒക്കെയാണ്. എന്താ പറയുക, സ്റ്റേപ്പിൾഡ് ആണ്. അപ്പോൾ അൺബോക്സിങ് pretty much. So this is the wrap. Let's see. Looks pretty neat actually. എനിക്കാണെങ്കിൽ അത്യാവശ്യം ഹാർഡാണ്, മെറ്റീരിയലാണ്. ഓൾറൈറ്റ്, ലുക്സ് വെരി ഡീസൻറ്റ്. എൻ്റെ അഭിപ്രായത്തിൽ കാണാൻ രസമുണ്ട്. സോ നമുക്ക് ഇനി വണ്ടിയിൽ വെച്ച് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ക്യാമറ ബാക്ക് സീറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഓൺ. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റിയറിംഗ് വീൽ ഇതിൽ ഞാൻ ഫിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. സോ ടു ഡു ദാറ്റ്, ആദ്യം ഈ എന്താ പറയുക ഫില്ലിങ് നമ്മൾ വിടണം. ആക്ച്വലി ഞാൻ pretty impressed ആണ് the way the steering wheel looks, because ഇത്രയും ഈ ലുക്ക് ആമസോണിൽ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ലുക്ക് ആൻഡ് ഫീൽ വെച്ചിട്ട് ഇറ്റ് ലുക്സ് pretty decent. നമ്മുടെ തീമിനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇനി മെയിൻ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ആവും ഇതിൽ എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും കാർടെക് അക്സസറീസിലാണ്. അവിടെ നിന്ന് ഉള്ള ആളെ കൊണ്ട് ഞാൻ ഫിറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. മൂപ്പര് നല്ല ടൈറ്റാണ് സാധനം, വിചാരിച്ചത്ര എളുപ്പമല്ല. പക്ഷെ മൂപ്പര് ഫിറ്റ് ചെയ്ത് പെട്ടെന്ന്. हो गया. ഓക്കെ, ഇതാണ് ലുക്ക്. ഓൾറൈറ്റ്, അപ്പോൾ ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞു. ഇതാണ് ലുക്ക്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള റൈഡിലാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഇതിൻ്റെ ഗ്രിപ്പ് ആക്ച്വലി ഭയങ്കര സുഖമാണ്. എൻ്റെ മുമ്പുണ്ടായിരുന്ന സ്റ്റിയറിംഗ് വീൽ ആക്ച്വലി കുറച്ച് സ്ലിം ആയതുകൊണ്ട് ഈ ഒരു അഡീഷണൽ ഗ്രിപ്പ് ഇതിൽ വന്നപ്പോൾ
വെരി നൈസ്. ആക്ച്വലി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടിയും ബെറ്റർ ആക്കി. പിന്നെ ലുക്കിൻ്റെ കാര്യത്തിലും കംപ്ലീറ്റ് മാച്ച് അല്ലെങ്കിലും ഇറ്റ്സ് ആക്ച്വലി നൈസ്. എനിക്ക് ഇഷ്ടമായി ഈ റാപ്പ്. ഇങ്ങനത്തെ ഒരു നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഇങ്ങനെ വുഡൻ ഫിനിഷ് ഒന്നും കിട്ടില്ല. പിന്നെ ഈ ഗ്രിപ്പ് നല്ല ഹോൾഡ് ചെയ്യാൻ പറ്റിയ, ഇവിടെ ഒരു കുഴിയുള്ള ഭാഗത്ത് കറക്റ്റായിട്ട് ഈ ഇത് ഇരിക്കും. അപ്പോൾ നല്ല ഹോൾഡ് ചെയ്യാനും വളരെ കംഫർട്ടബിൾ ആണ്. ഐ വുഡ് ആക്ച്വലി റെക്കമെൻഡ് ദിസ്. കാരണം ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ അധികം റിവ്യൂസ് ഒന്നും കണ്ടില്ല. ഞാൻ എൻ്റെ റിവ്യൂ ഇടാൻ പോവാണ്. സോ ദാറ്റ് പീപ്പിൾ വിൽ ആക്ച്വലി ബൈ ദിസ് സ്റ്റിയറിംഗ് വീൽ റാപ്പ്. ഐ തിങ്ക് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും 1000 rupees ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇറ്റ്സ് വർത്ത് ഇറ്റ്. So that's all guys. I hope you guys like the video. If you do, please like, share and subscribe. Thank you.